കിലുക്ക സീരീസ് 3 ഞാൻ ചെയ്ത് ഓൾറെഡി നിർത്തിയതായിരുന്നേ. അപ്പൊ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മറ്റേ ഇതൊക്കെ ഉറങ്ങാതെ കോയിന്റെ മണം. ഈ കോയിന്റെ മണം വരണമെന്നുണ്ടെങ്കിൽ പൊറോട്ടയും വേണം, ചിക്കൻ വേണം. ഈ 2 സാധനവും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ആ സീരീസ് മാത്രം നീണ്ടു പോയി. ഏറ്റവും അവസാനം പിന്നീട് ഒരു ദിവസമാണ്. പക്ഷെ നന്ദിനിയുടെ അത് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ വലിച്ച് കീറിയിട്ടൊക്കെ അല്ലേ വരുന്നത്. പുലി അടിച്ച് കീറി പട്ടി അടിച്ച് കീറി അന്ന് പറഞ്ഞേക്കല്ലേ വരുന്നത്. അപ്പോൾ കീറിയ സാധനം വേണം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, എൻ്റെ ഒരു റെഡ് കളറ് വിശ്വസിക്കില്ലേ, റെഡ് കളറ് നമ്മുടെ ഇതില്ലേ ലെഗിൻസ് ഇല്ലേ, ആ ലെഗിൻസ് എടുത്ത് കട്ട് ചെയ്തിട്ട് അവിടെ ആയിട്ട് കട്ട് ചെയ്ത് ഈ ലെഗിൻസ് ആണ് ഇങ്ങനെ കയറ്റിയിട്ടേക്കുന്നത്. ആ വീഡിയോ നോക്കിയത് അത് കുറേ മോളിലോട്ടാണ്. നല്ല എരി. വാ ഇന്ന് വാ, കൊച്ചു ബാക്കിയുണ്ട്. കുരങ്ങിന് വേണോ? എവിടെ അസുഖം എനിക്ക് മനസ്സിലായി. ആർത്തി മൂത്ത് പ്രാന്തായതാണ്. ഞാൻ എപ്പോഴേ പറഞ്ഞില്ല ഇവിടെ കൊയ്യുണ്ടെന്ന്. ഈ കുരങ്ങിന് എപ്പോഴും നുണയെ പറയൂ. എടി മൂദേവി, ഞാൻ കുരങ്ങനല്ലടി, ചിമ്പൻസിയാണ് ചിമ്പൻസി. അതിന് കളി വന്ന് എന്തൊക്കെ ചെയ്യുന്നറിയോ? കടിക്കും മാന്തം പിച്ച് ചെന്ന് കീറും. എന്നെ വിട. അയ്യോ എനിക്ക് വിശക്കുന്നേ. സത്യം പറഞ്ഞ അന്ന് വിശന്നിരിക്കുന്ന സമയമാണ്. ചിക്കൻ ഫ്രൈ ഞാൻ ഉണ്ടാക്കി, പൊറോട്ട നമ്മൾ വാങ്ങിച്ചു. പക്ഷെ ലോകത്ത് ഒരു ചിക്കൻ ഫ്രൈക്കും ഇല്ലാത്ത ടേസ്റ്റ് ആയിരുന്നു അന്നത്തെ എൻ്റെ ചിക്കൻ ഫ്രൈ. വിശന്ന് കരിഞ്ഞ് ഇതിനകത്ത് കയറി ഈ ഒരു ഇരുട്ട് പോലെ ഒരു സംഭവം ഉണ്ടാക്കണമല്ലോ. ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല വെളിച്ചമുള്ള സമയമാണ്. അപ്പം ഇരുട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫുള്ള് കത്തനൊക്കെ ഇട്ട് ലൈറ്റൊന്നും ഇടാതെ, എന്നാൽ ഇതിന് എടുക്കുന്നിടത്ത് ലൈറ്റ് കിട്ടണം. അപ്പോൾ ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടൊക്കെയാണ് ഈ സംഭവം ചെയ്ത് വെച്ചേക്കുന്നത്. അയ്യോ അതൊരു ഭയങ്കര ഒരു സംഭവമായിരുന്നു. ഇത് ഈ വെട്ടി കീറുമ്പോഴൊക്കെ അമ്മ എന്നോട് പറയും, ഏത് തുണി എടുത്താലും അതിനെ വെട്ടി കീറി ചന്ന പിന്നെ ആക്കാന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഇത് വന്നപ്പോഴത്തേക്ക് ഇവരെല്ലാവരും ഇങ്ങനെ മൊത്തത്തിൽ കിളി പോയതായിരിക്കും. അത് ഭയങ്കര രസമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് പിന്നെ ഈ ആപ്പിൾ കൊണ്ട് വെച്ചിട്ട് തിലകന്റെ അടുത്ത് കഴിക്കാൻ ചോദിക്കുമ്പോൾ ആദ്യം എനിക്ക് ആപ്പിളൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ആപ്പിൾ കഴിക്കുന്നത്. അങ്ങനെ കിലുക്കത്തിൽ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ റൊമാൻസ് ഒഴിച്ച് ബാക്കി എല്ലാ സംഭവവും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അപ്പോഴും ഇപ്പോഴും തോന്നിയതാണ് ഈ കരഞ്ഞുകൊണ്ടുള്ള സംഭവങ്ങൾ, പിന്നെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള റീലൊന്നും എനിക്കധികം വഴങ്ങില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്തെന്നറിയാമോ, ഈ ദുഃഖം വരുന്ന സാധനം ചെയ്യുമ്പോൾ എനിക്ക് 2 സൈഡ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വരുന്നതായതുകൊണ്ട് ഞാൻ ദുഃഖം ചെയ്യുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഞാൻ കളിയാക്കുകയാണെന്ന്. കാരണം കോമിക്കായിട്ട് എനിക്ക് അതുപോലെ തോന്നും. അതുപോലെ റൊമാൻസ് ആയിട്ട് പറയുമ്പോഴും എനിക്ക് ചിരി വരും. അങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് ഇങ്ങനെ സംസാരിച്ച് വരാനും അറിഞ്ഞില്ല. എനിക്ക് എപ്പോഴും വഴങ്ങുന്നത് കോമഡി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ചെയ്യുമ്പോൾ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇനി കരഞ്ഞ